ലേഖനമാണല്ലോ നമ്മള് കഴിഞ്ഞ ആഴ്ച പഠിക്കുവാൻ തക്ക റെഡിയായിട്ട് വരുന്നത്. അത് ഒരു അധ്യായമേ ഉള്ളൂ. അതിലുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ ചില ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യുവാൻ തക്ക റെഡിയായിട്ട് വരുന്നു. ഈ ഫിലിമോന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ 3 റോളുകളിൽ നമുക്ക് പഠിക്കാനായി സാധിക്കുന്നു എന്നാണ് ഓർപ്പിച്ചത്. ഒന്ന്, ഫിലിമോന്റെ ഏറ്റവും അടുത്ത പ്രിയ സ്നേഹിതനായ പൗലോസിനെയാണ് ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം ചിന്തിച്ചത്. പിന്നീട് അടുത്തുള്ളതായ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ മധ്യസ്ഥ ചെയ്യുന്ന ഇന്റർസെസറായ പൗലോസിനെയാണ് കാണുന്നത്. കൂട്ടാളിയായ പൗലോസിനെ, വേടനായ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് വളരെ കൺസേൺ ഉള്ള പൗലോസിനെയാണ് 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. പൗലോസ് ഫിലിമോന്റെ പ്രിയ സ്നേഹിതനായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഈ അടുത്തുള്ള വാക്യങ്ങളിൽ 8 മുതലുള്ള വാക്യങ്ങളാണ്. 8 മുതൽ 16 വരെ ഒന്ന് വായിക്കാം. വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹനിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. കടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകും നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള കടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എന്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന്. നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അവൻ അല്പകാലം വേറിട്ടു പോയത് അവനെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവൻ ഈ ദാസനല്ല, ദാസനും ഇത് പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ നിനക്ക് പ്രിയൻ, എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ഇടസംബന്ധമായും കർത്തുസംബന്ധമായും എത്ര അധികം. ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേർഡുണ്ട് ഇംഗ്ലീഷിൽ, ബിസീച്ചിങ്, അപേക്ഷിക്കുക അത്ര ചെയ്യുന്നത്. ഒനേസിമോസിന് വേണ്ടി ഫിലേമോനോട് മധ്യസ്ഥ എന്ന പൗലോസിനെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. താൻ പറയുമ്പോൾ അവിടെ ആദ്യമേ തുടങ്ങുമ്പോഴേ തന്നെ താൻ പറയുകയാണ്, തനിക്ക് അധികാരമുണ്ടെങ്കിലും അത് ഉപയോഗിക്കാതെ സ്നേഹത്തിലാണ് താൻ അപേക്ഷിക്കുന്നത്. ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് പൗലോസ് പറയുന്ന ഒനേസിമോസിനെ ചേർത്ത് കൊള്ളണമെന്ന് പറയാനുള്ള സ്ട്രോങ് ആയിട്ടുള്ളതായ 5 കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. 5 സ്ട്രോങ് അപ്പീൽസ്. ഒന്നാമതായിട്ട് നാം പറയുന്നത്, ഫിലേമോനെ കുറിച്ച് പറയുകയാണ്, നിന്നെ കുറിച്ച് ഒരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്. ഒനേസിമോസിനെ കുറിച്ചുള്ള റെപ്യൂട്ടേഷൻ അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർപ്പിച്ചുവല്ലോ. അവനെ അനേകരെ ആശ്വസിപ്പിച്ചിട്ടുള്ളവനാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. നിന്റെ സ്നേഹം, നീ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചവനാണ്. അങ്ങനെ തണുപ്പിച്ചവനായതുകൊണ്ട് നിന്നെക്കുറിച്ച് അങ്ങനെയുള്ള സാക്ഷ്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നീയും എനിക്കൊരു അനുഗ്രഹമായി തീരണമെന്ന അനേകരുടെ ഹൃദയം നീ തണുപ്പിച്ചു. അതുപോലെ തന്നെ നിന്റെ അടിമയായിരുന്ന ഒനേസിമോസിന്റെ ഹൃദയവും നീ തണുപ്പിക്കണം എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. അത് അനേകർക്ക് അനുഗ്രഹമായിരുന്നു, എന്നാൽ അവന്റെ തന്നെ വിഷയത്തിൽ ഒരു അനുഗ്രഹമായി തീരണം എന്നാണ് താൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഷയം, ഫിലേമോന്റെ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യണം. ഒനേസിമോസിനെ നീ മറ്റുള്ളവരുടെ ഹൃദയം തണുപ്പിച്ചതുപോലെ ഒരാശ്വാസമായി തീരണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ, തന്റെ സ്ട്രോങ് അപ്പീൽ, തന്റെ അതോറിറ്റി താൻ ഉപയോഗിക്കാതെ സ്നേഹത്തിൽ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ തനിക്ക് അധികാരം ഉപയോഗിക്കുക, എന്നാൽ ആ അധികാരം ഉപയോഗിക്കാതെ, ഇവിടെ പൗലോസ് പറയുന്ന വാക്കുകളുണ്ടല്ലോ, എന്തൊക്കെയാണ് പറയുന്നത് അറിയാമോ? നിന്നോട് കൽപ്പിക്കാൻ എനിക്ക് വളരെ ധൈര്യമുണ്ട്, ബോൾഡ് അപ്പീൽ പറയാനായിട്ടുണ്ട്, പക്ഷേ പറയാണ് ഞാൻ സ്നേഹനിമിത്തം അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്. 2 കാര്യം പറയുന്നു. ഒന്ന്, താൻ വയസ്സനാണ്, ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ബദ്ധനുമാണ്. ലേഖനം തുടങ്ങിയപ്പോഴേ അതാണ് പറയുന്നത്, പ്രിസണർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നോട്ട് എ പ്രിസണർ ഓഫ് നീറോ. നീറോയാണ് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നതെങ്കിലും നീറോയ്ക്ക് വേണ്ടി അല്ല, അല്ലെങ്കിൽ നീറോ നിമിത്തമല്ല, യേശുക്രിസ്തു നിമിത്തം യേശുക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുകയാണ്, ഞാൻ വയസ്സനുമായിരിക്കുകയാണ്. അതുകൊണ്ട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്.
നോക്കുക, ഇവിടെ ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ ഒരു പാറ്റേൺ നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. അധികാരമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത് അധികാരം ഉണ്ടെങ്കിൽ തന്നെ അപ്പോഴും ദൈവസ്നേഹത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുവാൻ കൊണ്ട് ഇടയായി തീരണം എന്നുള്ളതാണ്. ഈ പൗലോസിന്റെ ആ വാക്കുകളുടെ മുമ്പാകെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത രീതിയിലാണ്, ഞാൻ വയസ്സനാണ്, ഞാൻ ക്രിസ്തുവിന്റെ ഒരു ബദ്ധനാണ്, അതുകൊണ്ട് സ്നേഹ നിമിത്തം നിന്നോട് അപേക്ഷിക്കുക. മൂന്നാമത്തെ വിഷയം പറയുന്നത് ഈ ഒനേസിമോസിന്റെ കൺവേർഷൻ ആണ്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതാണ് കാണുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നു. പൗലോസിന് വളരെ നിശ്ചയമുണ്ട്, ഈ ഒനേസിമോസ് വീണ്ടും ജനിച്ചവനാണ്, ഈ ഒനേസിമോസ് രക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഒനേസിമോസിന്റെ കൺവേർഷനെ കുറിച്ച് ഓർപ്പിച്ചിട്ട് പറയുകയാണ്, തനിക്ക് വലിയ ചേഞ്ച് വന്നിരിക്കുന്നു. നീ ഫിലേമോനെ, നീ വിചാരിക്കുന്ന പോലെ ഇത് പഴയ ഒനേസിമോസ് അല്ല. ഒനേസിമോസിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. വ്യത്യാസം വന്നത് മറ്റൊന്നുമല്ല, അവൻ വീണ്ടും ജന്മം പ്രാപിച്ചു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒനേസിമോസിന് ഒരു ന്യൂ സ്റ്റാൻഡിംഗ് ഉണ്ട്. പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല, ഇപ്പോഴും അടിമയാണ്, യജമാനായി തീർന്നിട്ട് ഒന്നുമില്ല, തന്റെ അടിമത്വം ഒന്നും നീങ്ങിപ്പോയിട്ടില്ല. പൊസിഷൻ ഈസ് ദ സെയിം. എന്നാൽ തനിക്കൊരു സ്റ്റാൻഡിങ് എവിടെയൊക്കെയാ വ്യത്യാസമുള്ളത്? ദൈവസന്നിധിയിൽ ഇതിനു മുമ്പ് ഒനേസിമോസിനുള്ള പൊസിഷൻ അല്ല, അല്ലെങ്കിൽ ആ സ്റ്റാൻഡിങ് അല്ല ഇപ്പോൾ ഉള്ളത്. ഇതിനു മുമ്പ് അന്യനായിരുന്നു, ഇതിനു മുമ്പ് ശത്രുവായിരുന്നു. ഇപ്പോഴോ അവൻ ദൈവ മകനായി തീർന്നിരിക്കുന്നു, ദൈവത്തിന്റെ വകയായി തീർന്നിരിക്കുന്നു. ഒനേസിമോസ് ഫിലേമോന്റെ മുമ്പിലും വ്യത്യാസമുണ്ട്. ഇതിനു മുമ്പ് ഫിലേമോന്റെ മുമ്പിലും മറ്റ് ദൈവമക്കളുടെ മുമ്പിലും ദൈവസഭയുടെ മുമ്പിലും ഒരു ദാസനായി, ഒരു അടിമയായി മാത്രമേ തനിക്ക് ഒരു സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് സഹോദരനായി തീർന്നിരിക്കുന്നു, പ്രിയ സഹോദരനായി തീർന്നിരിക്കുന്നു. ഒനേസിമോസിന് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവന് വേണ്ടി അപേക്ഷിക്കുകയാണ്, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ വാക്കുകൾക്ക് ന്യൂ സ്റ്റാൻഡിംഗ് ഉള്ളതുകൊണ്ട് ദൈവസന്നിധിയിലും ദൈവമക്കളുടെ മുമ്പിലും ഒനേസിമോസിന് വലിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്ന വേറൊരു പദപ്രയോഗമുണ്ട്. ഒനേസിമോസിനെ സംബോധന ചെയ്യുന്നത് എന്റെ മകനായ എന്നാണ്. മൈ സൺ, മൈ ചൈൽഡ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഉപയോഗിച്ചാണ് പറയുന്നത്. ഈ ഫിലേമോന്റെ ലേഖനം വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഫിലേമോനും രക്ഷിക്കപ്പെട്ടത് പൗലോസ് നിമിത്തമാണ്. നമ്മൾ ആത്മീയമായി സംസാരിക്കുമ്പോൾ ഈ ഫിലേമോന്റെയും ഒനേസിമോസിന്റെയും ആത്മീയ പിതാവ് എന്നുള്ള ഒരു നിലയാണ് പൗലോസിനുള്ളത്. അതുകൊണ്ട് ഒനേസിമോസും ഫിലേമോനും പൗലോസിനും ഒരുപോലെയാണ്. അതുകൊണ്ട് നീ അവനെ കൺസിഡർ ചെയ്യണമെന്നാണ് മൂന്നാമത്തെ തന്റെ അപ്പീൽ. നാലാമതായി ഫിലേമോനോട് പറയുകയാണ്, ഇവൻ എനിക്ക് ശുശ്രൂഷയ്ക്ക് വളരെ വാല്യുബിൾ ആണ്, എനിക്ക് വളരെ പ്രയോജനമുള്ളവനാണ്. ആ വാക്കുകളൊക്കെ നാം ശ്രദ്ധിച്ചാൽ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണുന്നുണ്ട്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. 12-ാം വാക്യത്തിലെ ആ പദപ്രയോഗം നോക്കുക, എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എന്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. പൗലോസിന്റെ മിനിസ്ട്രിയിൽ ഇത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് താൻ ചെയ്തതെന്ന് അറിയത്തില്ല. എന്നാൽ ഇപ്പോൾ പറയുകയാണ്, അവൻ എനിക്ക് നല്ല പ്രയോജനമുള്ളവനായി തീർന്നിരിക്കുന്നു. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തനിക്ക് ഹെൽപ്പ് ആവശ്യമാണ്, തനിക്ക് ശുശ്രൂഷ ആവശ്യമാണ്. എന്നാൽ ആ ഹെൽപ്പിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ഒനേസിമോസ് വളരെ പ്രയോജനപ്പെടുവാൻ ഇടയായി തീർന്നു. മുമ്പേ ഇവൻ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ എനിക്കും നിനക്കും വളരെ പ്രയോജനമുള്ളവനായി തീർന്നിരിക്കുന്നു. ഒനേസിമോസ് എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ പ്രോഫിറ്റബിൾ എന്നാണ്, പ്രയോജനമുള്ളവൻ എന്നാണ്. ഫിലേമോൻ എന്നുള്ളതിന്റെ അർത്ഥവും തന്നെ അഫക്ഷനേറ്റ്, വൺ ഹു ഈസ് കൈൻഡ്, ദയയുള്ളവനാണ്, കരുണയുള്ളവനാണ് എന്നുള്ള അർത്ഥമാണ്. ആ വാക്കുകൾ തന്നെ ദയയും കരുണയുള്ള, മറ്റുള്ളവരോട് അഫക്ഷനേറ്റ് ആയ ഫിലേമോനോട് പറയുകയാണ്, ഒനേസിമോസ് അവൻ പ്രയോജനമുള്ളവനായി തീർന്നിരിക്കുന്നു, എനിക്കും നിനക്കും നല്ല പ്രയോജനമുള്ളവനായി തീർന്നിരിക്കുന്നു. അപ്പോൾ അവിടെ
പറയാണ് അവൻ നീ എന്നെ ശുശ്രൂഷിക്കാൻ കടപ്പെട്ടവനാണ്, എന്നാൽ നിനക്ക് പകരം എന്റെ അടുക്കൽ നിർത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ പൗലോസിന് പ്രാണപ്രിയനാണ്, ഹെൽപ്ഫുൾ ആണ്. എന്നാൽ 14-ാം വാക്യത്തിൽ പറയാണ്, നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായത്. അവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം, ആത്മീയ ശുശ്രൂഷകളെല്ലാം നിർബന്ധിച്ചല്ല നാം ചെയ്യേണ്ടത്, മനസ്സോടെ ചെയ്യുമ്പോഴാണ് അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് പൗലോസ് തന്റെ അധികാരം ഉപയോഗിച്ച് ഫിലേമോനോട് നിർബന്ധിച്ചു പറഞ്ഞാൽ ഒനേസിമോസിനെ ഈ ജയിലിൽ നിർത്തി ശുശ്രൂഷിക്കാൻ ഫിലേമോൻ അനുവദിക്കും. പക്ഷേ ഫിലേമോനോട് പൗലോസ് പറയുകയാണ്, ഞാൻ നിർബന്ധിച്ചല്ല നീ ചെയ്യേണ്ടത്, മനസ്സോടെ ചെയ്യണം. ആത്മീയ കാര്യങ്ങളെല്ലാം അതുപോലെ മനസ്സോടെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നാം മറ്റുള്ള ആരും നിർബന്ധിച്ചിട്ടല്ല, അല്ലെ മറ്റുള്ളവരെ നോക്കിയിട്ടല്ല ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ മുമ്പാകെ പേര് കിട്ടുവാനോ മറ്റുള്ളവരെ നമ്മളെ പ്രശംസിക്കുവാനോ വേണ്ടിയുമായിരിക്കരുത്. ആത്മീയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മനസ്സോടെ ചെയ്യണം. അപ്പോഴാണത് കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. നാം ആരാധനയ്ക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സഭകളിലൊക്കെ നാം ശുശ്രൂഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആത്മീയ അന്തരീക്ഷമൊക്കെ ലഭിക്കാൻ ദൈവമക്കൾ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ നിർബന്ധിച്ച് ആരാധിക്കുന്നതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പല ദൈവദാസന്മാരെ അറിയാം. ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് പറയുമായിരുന്നു, നമുക്ക് ഇന്ന ആള് ശുശ്രൂഷിക്കാൻ കയറുമ്പോൾ ജനലിന്റെ അടുത്ത് പോയിരിക്കണം. തറയിലാണല്ലോ ഇരിക്കുന്നത്, ജനലിന്റെ അടുത്ത് ഇരുന്നിട്ട് ആ ജനലിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അങ്ങ് ഇരുന്നാ. അപ്പൊ എപ്പോഴും കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടെ എപ്പോഴും ഉയർത്താൻ ഉള്ള ബന്ധപ്പാട് അങ്ങ് കുറയ്ക്കാം. അവിടെ ഇങ്ങനെ കൈയും വെച്ചുകൊണ്ടങ്ങ് ഇരുന്നാ മതി. എന്റെ ഒരു ഫ്രണ്ട് തമാശയായിട്ട് പറയാം. അപ്പൊ അങ്ങനെ കൈ ഉയർത്തി സ്തോത്രം ചെയ്യിച്ചുകൊണ്ട് ദൈവത്തിന് ഒരു മഹത്വം ഉണ്ടാകുന്നില്ല, ഈ ഉയർത്തുന്നവർക്ക് ഒരു ഗുണം ഉണ്ടാകുന്നില്ല. എന്റെ പോയിന്റ് ഇതാണ്, നിർബന്ധത്താൽ അല്ല നാം ഇതൊന്നും ചെയ്യേണ്ടത്, മനസ്സോടെ ചെയ്യുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കുന്ന ഇടയായി തീരുന്നത്. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ മനസ്സോടെ നാം ചെയ്യുമ്പോഴാണ് അത് അനുഗ്രഹമായി തീരുവാൻ തക്കുന്ന ഇടയാകുന്നത്. 5-ാമത്തെ തന്റെ അപ്പീല് പറയുന്നത് 15-16 വാക്യങ്ങൾ നോക്കിയാൽ ഇവിടെ എല്ലാം ദൈവത്തിന്റെ പ്രോവിഡൻസ് ആണ്, ദൈവിക നടത്തിപ്പാണ് താൻ എടുത്തു പറയുന്നത്. അവിടെ പറയുകയാണ്, അവനൊരു സ്ലേവായിട്ടാണ് നിന്നെ വിട്ടുപോയത്, അവൻ അല്പകാലം വേറിട്ട് പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കറുത്ത സംബന്ധമായും എത്രയധികം. ഫോർ എ സീസൺ, എ ഷോർട്ട് ടൈം, അല്ലെങ്കിൽ ഒരു സമയത്തേക്ക്, ഒരു ദിവസത്തേക്ക്, അല്പകാലത്തേക്ക് അവൻ നിന്നെ വിട്ടുപോയി. എന്നാൽ നിനക്ക് എറ്റേണിറ്റി, നിത്യതയിൽ ഒന്നിച്ചായിരിക്കുവാൻ വേണ്ടി ആയിരിക്കാൻ ദൈവം അതിന് വഴി ഒരുക്കിയത്. നമ്മുടെ ജീവിതത്തില് ഇത് തന്നെ നാം ഒന്ന് എടുത്തു നോക്കിയാൽ, ഫിലേമോന് വളരെ സങ്കടം ഉണ്ടായി കാണും. ഫിലേമോന് നഷ്ടം വന്നതാണ്, ഫിലേമോന്റെ വസ്തുവകൾ അപകരിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ മനസ്സിന് ഒരുപാട് വിഷമങ്ങളൊക്കെ വന്നു കാണും. പക്ഷെ പൗലോസ് പറയുകയാണ്, അവനെ നിനക്ക് സദാകാലത്തേക്കും കിട്ടേണ്ടതിന് വേണ്ടിയാണ് അവൻ നഷ്ടമായി തീർന്നത്. അവൻ ഇവിടെ നിന്റെ അടുക്കളിൽ നിന്ന് ഒനേസിമോസ് പോയത് ഒരു അടിമയായിട്ടാണ്. എന്നാൽ അവൻ നിന്റെ അടുക്കിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സ്ലേവായിട്ടല്ല, ഒരു അടിമയായിട്ടല്ല, ഒരു പ്രിയ സഹോദരനായിട്ടാണ്. അവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നീയും അവനുമായുള്ള ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അവനൊരു ദൈവവൈതലായി തീർന്നത് കൊണ്ട് ലോകത്തിലെ ജീവിതം കൊണ്ട് ആ ബന്ധം തീരുന്നില്ല. ഇതിനപ്പുറത്ത് നിത്യതയോളം ആ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവനെ എന്നേക്കും നിനക്ക് കിട്ടേണ്ടതിന് വേണ്ടി ആയിരിക്കാം എന്ന് പറയുവാൻ കൊണ്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഒരു ക്ലോസർ ബ്രദറായി അവൻ നിമിത്തം ഒനേസിമോസ് ഫിലേമോനായി തീരുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒനേസിമോസിന് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന, മധ്യസ്ഥ പറയുന്ന പൗലോസിനെയാണ് 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. ഇനി 17 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ റിഡീംഡ് പാർട്ട്ണർ എന്ന് നമുക്ക്, ബേർഡൻഡ് പാർട്ട്ണർ എന്ന് നമുക്ക് അതിന് പേര് കൊടുക്കാം. പൗലോസ് പറയുന്ന വാക്കുകൾ വളരെ ശക്തിയേറിയ വാക്കുകളാണ്. ആകയാൽ 17-ാം വാക്യം, ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്ത് കൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അതെന്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. പൗലോസ് എന്ന് ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്ക. നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ. അതേ സഹോദര,
നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കുക. ഈ വാക്കുകൾ, ഇതാണ് ഈ ലേഖനത്തിന്റെ വളരെ കാതലായിട്ടുള്ളതായ ഭാഗം. അവിടെ പറയുന്ന മലയാളത്തിൽ കൂട്ടാളി എന്ന് 17-ാം വാക്യത്തിൽ വായിക്കുന്നു. പാർട്ട്ണർ എന്നുള്ളതിനെ നാം മുമ്പേ നേരത്തെ ചിന്തിച്ച ഒരു ഭാഗത്ത് കൂട്ടായ്മ എന്ന 5-ാം വാക്യത്തിൽ വായിച്ചിട്ടുണ്ട്. അവിടെ അതേ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കൊയിനോനിയ എന്ന ഗ്രീക്കിൽ. അതിന്റെ അർത്ഥം ഫെലോഷിപ്പ്, ടു ഹാവ് ഇൻ കോമൺ, പൊതുവായുള്ളതായ കാര്യങ്ങൾ. ബിസിനസ് പാർട്ട്നേഴ്സിന് ഉപയോഗിക്കുന്ന ഒരു പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവര് തമ്മിലുള്ളതായ കാര്യങ്ങൾ പൗലോസ് പറയാണ്, നീ എന്റെ കൂട്ടാളിയാണ്, ഞാൻ നീയും പാർട്ട്നേഴ്സാണ്. അതിൽ നമുക്കൊരു വലിയ ആത്മീയപാഠം പഠിക്കാനുണ്ട്. പൗലോസ് എത്രയോ യാത്ര ചെയ്യുന്നുണ്ട്, മിഷണറി യാത്ര ചെയ്യുന്നുണ്ട്. പൗലോസ് എത്രയോ പ്രസംഗങ്ങൾ ചെയ്യുന്നുണ്ട്. എത്രയോ ആളുകൾ പൗലോസിന്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെടുന്നുണ്ട്. എത്രയോ സഭകൾ സ്ഥാപിക്കുന്നുണ്ട്. ഈ ഒനേസിമോസോ ഫിലേമോൻ കൊലോസിയ പട്ടണത്തിൽ പാർക്കുന്ന ഒരു ഓർഡിനറി സെയിന്റ്, ഒരു സാധാരണ വിശ്വാസി. പക്ഷേ അവൻ ചെയ്യുന്നത്, അവന്റെ അനുഭവങ്ങൾ, അവനുള്ള നന്മകൾ കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു. അവൻ അനേകരുടെ ഹൃദയം തണുപ്പിക്കുന്നു. അവന് വിശ്വാസമുണ്ട്, സഹോദരവർഗത്തോടുള്ള സ്നേഹമുണ്ട്. അപ്പോൾ പൗലോസ് ചെയ്യുന്ന ആ ഗ്രേഡ് അനുസരിച്ച്, അല്ലെങ്കിൽ പൗലോസ് ചെയ്യുന്ന ശക്തമായ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം പോലും വരുന്നില്ല ഫിലേമോൻ ചെയ്യുന്നത്. പക്ഷേ പൗലോസ് ഇവിടെ സംബോധന എന്നാന്നറിയാമോ? നീ എന്റെ ബിസിനസ് പാർട്ട്ണറാണ്, നമ്മൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓർത്തിരിക്കേണ്ട, ഒരു ദൈവവേദൽ അല്ലെങ്കിൽ ഒരു വിശ്വാസി എല്ലാവർക്കും ഒരേ കഴിവല്ല ദൈവം കൊടുത്തിരിക്കുന്നത്. പ്രസംഗിക്കാൻ എല്ലാവരെയും വിളിച്ചിട്ടില്ല, മാസ് ഇവാഞ്ചലിസം നടത്തുവാൻ എല്ലാവരെയും വിളിച്ചിട്ടില്ല. എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ദൈവം അവരോർക്ക് കൊടുത്തിരിക്കുന്ന കഴിവനുസരിച്ച്, താലന്തുകൾ അനുസരിച്ച് ആര് ചെയ്യുന്നു അവരെല്ലാം സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളാണ്. ഒന്ന് കുറെ കൂടെ ആഴമായി പറഞ്ഞാൽ, പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ഞങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാർ, കോ വർക്കേഴ്സ് ആണ്. യേശു ക്രിസ്തുവിനോട് ചേർന്ന്, ക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ദാസന്മാരാണ് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ അനേക ശക്തരായ ദൈവദാസന്മാർ ചെയ്യുന്നത് പോലെ ചെയ്യുവാനായി കഴിയുകയില്ല എങ്കിലും, ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ, പ്രാർത്ഥിക്കാനാണെങ്കിൽ, സഹായിക്കാനാണെങ്കിൽ, ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ ഒരു ട്രാക്ട് കൊടുക്കുന്നത് പോലെ തന്നെ ചില സമയങ്ങളിൽ ശക്തമേറിയ സുവിശേഷീകരണത്തിന്റെ ഭാഗമാണ് ആവശ്യമായിരിക്കുന്ന ഒരാളിന്റെ വീട്ടിൽ പോയി അവരുടെ കുഞ്ഞിനെ ഒന്ന് നോക്കുന്നത്. ഇതെല്ലാം വേലയുടെ ഭാഗമാണ്. അപ്പോൾ കർത്താവിനുള്ള സ്നേഹം കൊണ്ട്, സുവിശേഷ വേലയുള്ള താല്പര്യം കൊണ്ട് നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ദൈവം കൺസിഡർ ചെയ്യുന്നത് പൗലോസിനെ പോലെയുള്ള അപ്പോസ്തലിക ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നാം പാർട്ട്നേഴ്സാണ്, ബിസിനസ് പാർട്ട്നേഴ്സാണ്. പൗലോസ് പറയുകയാണ്, നീ കൂട്ടാളിയാണ്, എന്റെ കൂട്ടാളിയാണ്, ഒന്നിച്ച് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. ഇവിടെ ഒനേസിമോസിനെ സ്വീകരിക്കുവാനായി 2 സജഷൻസ് ആണ് ഇവിടെ പറയുന്നത്. 2 സജഷൻസ് പറയുമ്പോൾ, ഒന്ന്, എന്നെ പോലെ നീ അവനെ സ്വീകരിച്ചു കൊള്ളണം. നീ എനിക്ക് കടപ്പെട്ടവനാണ്, നീ എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്നുള്ളത് നിനക്കറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ നീ എന്നെ സ്വീകരിക്കുന്നത് പോലെ അവനെ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമതായി പൗലോസിന്റെ സജഷൻ, അവൻ എന്തെങ്കിലും അന്യായം പെട്ടിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക, ഞാൻ തന്നു തീർക്കുക, ഓൺ മൈ അക്കൗണ്ട്. അതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഒന്നാമത് ഇവിടെ പറയുകയാണ് 17-ാമത്തെ വാക്യത്തിൽ, നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്ത് കൊള്ളുക, എന്നെ പോലെ ചേർത്ത് കൊള്ളുക. ഫിലേമോന്റെ ജീവിതത്തിൽ പൗലോസിന് എന്ത് സ്ഥാനമുണ്ടോ, എന്ത് പൊസിഷൻ ഉണ്ടോ, അതുപോലെ തന്നെ എന്നെ പോലെ തന്നെ നീ ചേർത്ത് കൊള്ളുവാൻ, ഒനേസിമോസിനെയും ചേർത്ത് കൊള്ളുവാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആത്മീയമായി നമുക്കതിൽ വളരെ വിഷയങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതാണ്. ആത്മീയമായി അവിടെ കാണുന്ന വിഷയങ്ങൾ, നമ്മെ ദൈവം സ്വീകരിക്കുന്നത് യേശു ക്രിസ്തുവിനെ പിതാവ് എങ്ങനെ കാണുന്നു അതുപോലെയാണ്. അനേക വാക്യങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്.
ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. എഫേസ്യർ 1:6. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നേമിക്കുകയും ചെയ്തുവല്ലോ. കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നിയമിക്കുകയും ചെയ്തുവല്ലോ എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്ന ഹി റിസീവ്ഡ് വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബിലോവഡ് എന്ന ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷനിൽ വായിക്കുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മെ ദൈവസന്നിധിയിൽ സ്വീകരിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം കാണുന്നത് പോലെയാണ് പാപികളും ദോഷികളുമായിരുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം കാണുന്നത്. നമുക്ക് യാതൊരു യോഗ്യതയും പറയുവാനായിട്ടില്ല, നമുക്ക് യാതൊരു അർഹതയും പറയുവാനായിട്ടില്ല. പക്ഷേ നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ സ്വർഗം നമ്മെ കാണുന്നത്, പിതാവ് നമ്മെ കാണുന്നത് യേശുക്രിസ്തുവിനെ കാണുന്ന പോലെയാണ്. ഒനേസിമോസിനെ കുറിച്ച് പൗലോസ് ഫിലേമോനോട് പറയുകയാണ്, നീ എന്നെ സ്വീകരിക്കുന്നത് പോലെ ഈ ഒനേസിമോസിനെ സ്വീകരിക്കണം. അവൻ മുമ്പേ അടിമയായിരുന്നു, അവൻ മുമ്പേ തെറ്റിപ്പോയവനായിരുന്നു. എന്നാൽ അവൻ ഇന്ന് ദൈവഭാഗത്ത് വന്നതുകൊണ്ട് നീ എന്നെ കാണുന്നത് പോലെ അവനെയും കാണണം. എന്തൊരു ഭയങ്കരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ പദവി എന്നുള്ളത് നാം പലപ്പോഴും മറന്നു പോകുന്നു. നാം അടിമകളായിരുന്നു, നാം പാപികളായിരുന്നു, ദോഷികളായിരുന്നു. എന്നാൽ യേശുക്രിസ്തു നിമിത്തം യേശുക്രിസ്തുവിനെ പോലെ പിതാവ് നമ്മെ കാണുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. കൊരിന്ത്യർ ലേഖനത്തിലും 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായി സാധിക്കുന്നത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിലകൊള്ളുകയെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. 2 കൊരിന്ത്യർ 5:21 വച്ചാൽ അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആകും. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത്, നമുക്ക് ഒരു നീതിയും പറവാനില്ല, പക്ഷേ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ അവൻ നമ്മെ ദൈവസന്നിധിയിൽ യേശുക്രിസ്തു മൂലം റിസീവ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു, സ്വീകരിച്ചു. തന്നെയുമല്ല, നമ്മെ നീതിயின் വസ്ത്രം ധരിപ്പിച്ച് അവനോട് ചേർക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. 17-ാം വാക്യത്തിലെ ആ പദപ്രയോഗം എന്നെ പോലെ ചേർത്ത് കൊള്ളുക, റിസീവ് എന്നുള്ള പദപ്രയോഗം, അതിന്റെ ശരിയായ മീനിങ് അൺടു വൺ ഫാമിലി സർക്കിൾ, ഒരു കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്ന അതേ പദപ്രയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസിന്റെ ലേഖനത്തിലൊക്കെ പറയുന്നത് നമ്മെ ദത്തെടുത്തിരിക്കുന്നു, സ്വർഗീയ കുടുംബത്തിലേക്ക് ദത്തെടുത്തിരിക്കുന്നു. അതിനെ ആ ആഴം വിശദീകരിക്കുവാനായി ലോകത്തിലെ ഉദാഹരണങ്ങളൊന്നും അതിന് പോരാ. എന്നാൽ അല്പമായ ഒരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞാൽ, ആരുമില്ലാതെ, ഒന്നും ഭക്ഷിക്കാനില്ലാതെ, ശരിക്ക് വസ്ത്രധാരണം ചെയ്യുവാനില്ലാതെ സ്ട്രീറ്റിൽ കിടന്നിരുന്ന അനാഥയായ ഒരു കുട്ടിയെ ഒരു ധനികനായ ഒരാള് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി നല്ല ഡ്രസ് ധരിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് സ്വന്തം മകനായി അഡോപ്റ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കുമോ, ആ വീട്ടിന്റെ ഉടമസ്ഥനാക്കി തീർത്തു കഴിയുമ്പോൾ, അവകാശിയാക്കി കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കുമോ അതേ അനുഭവമാണ് എനിക്കും നിങ്ങൾക്കും യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയിരിക്കുന്നത്. നാം വളരെ അധപ്പതിച്ച അവസ്ഥയിൽ കിടന്നിരുന്നവരായിരുന്നു, നമുക്ക് യാതൊരു യോഗ്യതയും പറവാനില്ലായിരുന്നു. എന്നാൽ നമ്മെ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാക്കി സ്വർഗത്തിൽ റോമാലേഖനമൊക്കെ പഠിച്ചു വരുമ്പോൾ സ്വർഗത്തിൽ യേശുക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദനമുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? ക്രിസ്തുവിനെ പിതാവ് കണ്ടതുപോലെ നമ്മെ കണ്ടതുകൊണ്ട്. പൗലോസ് പറയുന്ന ഒനേസിമോസിനെ കുറിച്ച് പറയുന്ന അതേ പദപ്രയോഗമാണ്, നീ എന്നെ ചേർത്തതുപോലെ, എന്നെ സ്വീകരിക്കുന്നത് പോലെ എന്നെ പോലെ അവരെയും ചേർത്ത് കൊള്ളണം. ഇതാണ് നമുക്ക് കാൽവറിയിൽ കാണുവാനായി സാധിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മെ സ്നേഹിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ദൈവം നമ്മോട് ക്ഷമിച്ച് അവന്റെ മക്കളാക്കി വിശുദ്ധരാക്കി തീർത്തിരിക്കുകയാണ്. എന്നാൽ പൗലോസ് പറയുന്ന അടുത്ത വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. പൗലോസ് എന്ന് ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം.
പൗലോസിന് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. വേദപണ്ഡിതന്മാർ പറയുന്നത് റോമിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അവിടെ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ വരുന്നവരോട് താൻ സുവിശേഷം പറയുമായിരുന്നു. 2 വർഷക്കാലം വീട് വാടക കൊടുക്കാൻ. അങ്ങനെ താന് വലിയ ധനികനായ ഒരു മനുഷ്യന്റെ മകനായിരുന്നുവല്ലോ പൗലോസിന്റെ മണി ഉണ്ടായിരുന്നു എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ശുശ്രൂഷയിൽ തന്നെ അനേക സഭകൾ സഹായിക്കുന്നതിനെ കുറിച്ച്, പേഴ്സണലായി ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും താൻ പരാമർശിച്ചിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, ഞാൻ തന്നു തീർക്കാം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പാപങ്ങളെ അങ്ങ് കണ്ണടച്ച് കളയുകയല്ല ചെയ്തത്. ദൈവം വിശുദ്ധനായതുകൊണ്ട്, ദൈവം നീതിമാനായതുകൊണ്ട് പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുവാൻ ദൈവത്തിന് കഴിയത്തില്ല. പാപങ്ങളെ മറന്നുകളവാൻ ദൈവത്തിന് കഴിയത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അതെല്ലാം ക്രോസ് ചെയ്തിട്ട് 0 എന്ന് ദൈവം വെറുതെ എഴുതുകയല്ല ചെയ്തത്. അതിനുവേണ്ടി ദൈവം നാം ഏൽക്കേണ്ട ശിക്ഷയെല്ലാം തന്റെ മേൽ ഏറ്റു എന്നുള്ളതാണ്. പൗലോസ് പറയുകയാണ്, ഒനേസിമോസ് ചെയ്ത കുറ്റമല്ല, അവൻ ചെയ്ത ക്രൈമല്ല, അവൻ സ്റ്റീൽ ചെയ്തതെല്ലാം നീ അങ്ങ് ക്ഷമിക്കണമെന്നല്ല പറഞ്ഞത്. നീ അത് ക്ഷമിക്കണം, പക്ഷേ ഞാനത് തന്നു തീർക്കാം, എന്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. അതാണ് ആത്മീയ വിഷയത്തിൽ നാം ഓർത്തിരിക്കേണ്ടത്. ദൈവം നമ്മോട് കരുണ കാണിച്ചതുകൊണ്ട്, നമ്മോട് ക്ഷമിച്ചതുകൊണ്ട് എന്ന് നാം ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. പക്ഷേ ദൈവം നമ്മെ തന്നെ മക്കളാക്കി തീർത്തത് വെറുതെ ഒന്നുമല്ല, വലിയ വില മുടക്കിയതുകൊണ്ടാണ്. നമ്മുടെ പാപം എത്ര ഭയങ്കരമായിരുന്നെന്നും അതിന്റെ ശിക്ഷ എത്ര വലിയതായിരുന്നെന്നും കാൽവരിയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. പാപമില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ ക്രൂശിൽ കിടന്നുകൊണ്ട് അവിടെ ചുറ്റി നിൽക്കുന്ന എല്ലാ മനുഷ്യരും കേൾക്കത്തക്ക രീതിയിൽ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് എന്ന് നിലവിളിക്കുമ്പോൾ അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടുവെന്ന് വായിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മുടെ പാപം അത്രമാത്രം ഭയങ്കരമേറിയതായിരുന്നു. അവൻ നമ്മുടെ ശിക്ഷയെല്ലാം അവന്റെ മേൽ ഏൽക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്, നീ എന്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. ഇവിടെ പൗലോസ് താഴെ പറയുകയാണ്, പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു. റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ അവിടെ റോമാലേഖനത്തിന്റെ ഒടുവിൽ പറയാണ്, ഈ ലേഖനം എഴുതിയ തെർത്തോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പൗലോസ് സാധാരണ ഇങ്ങനെ തന്റെ കൂടെ സഹയാത്രകരുണ്ട്, തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട്. ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ തന്നെ എഴുതി സഹായിക്കാനായിട്ട് ആളുകളുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും ആയിരിക്കും ഈ ലേഖനം എഴുതുന്നത്. പൗലോസ് പറഞ്ഞിട്ട് അത് അതുപോലെ എഴുതുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേദപണ്ഡിതന്മാര് പറയുന്നത്, പൗലോസ് ഈ ഭാഗത്ത് വന്നപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന ആളിന്റെ കയ്യിൽ നിന്ന് ആ എഴുതുന്ന പേന അങ്ങ് വാങ്ങിച്ചിട്ട് അവിടെ എഴുതുകയാണ്, ഞാൻ എന്റെ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം, ഐ വിൽ റീപേ ഇറ്റ്. അവൻ എന്തെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കടം പെട്ടിട്ടുണ്ടെങ്കിൽ, പൗലോസ് എഴുതുന്ന അതൊരു പ്രോമിസറി നോട്ടാണ്. അത് വളരെ വാല്യുബിൾ ആണ്, വളരെ വിലയേറിയതാണ്. പറയാണ്, ഞാനത് തന്നു തീർക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് അതാണ്. നമുക്ക് വേണ്ടി കാൽവരിയിൽ യേശു കർത്താവ് ചെയ്തത് സ്നേഹം കൊണ്ടാണ്. പക്ഷേ സ്നേഹം മാത്രമല്ല അവൻ നമ്മെ മക്കളാക്കുവാൻ കാരണമായി തീർന്നത്, നാം രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് സ്നേഹം മാത്രമല്ല, കൃപയുടെ ഉണ്ട്. കൃപ എന്ന് പറയുമ്പോൾ സ്നേഹത്തിനു വേണ്ടി അവൻ പകർന്നതായ, അവൻ കൊടുത്തതായ വില അത് കൂട്ടിയാണ് പറയുന്നത്. Love must pay a price, that is the grace. ആ സ്നേഹവും കൃപയും കൂടെ ഒന്നിച്ചാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. Through grace God saved us. Grace is love that pays a price. അപ്പോൾ നമുക്ക് വേണ്ടി വലിയ വില, നമുക്ക് വേണ്ടി വലിയ ത്യാഗം യേശു ക്രിസ്തു ക്രൂസിൽ ചെയ്തു എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇന്ന് പലകാലം എന്നല്ല, എന്നും നമുക്ക് ഓർക്കാനുള്ളത്, നാം ദൈവമക്കളായി തീർന്നത് നമുക്ക് വേണ്ടി വേറൊരാളുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റതുകൊണ്ടാണ്. ദൈവം മനഃപൂർവ്വമായി അങ്ങ് ക്ഷമിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു വിലയുമില്ലാതെ പാപം ക്ഷമിക്കുകയല്ല ചെയ്തത്. ദൈവം വലിയ വിലയാണ് ക്രൂസിൽ അതിനുവേണ്ടി കൊടുത്തത്. വലിയ ത്യാഗമാണ്, വലിയ സ്നേഹമാണ് ചെയ്തത്. ഇതിനെയാണ് ഡോക്ട്രൈൻ ഓഫ് ഇംപ്യൂട്ടേഷൻ എന്ന് വേദപണ്ഡിതന്മാർ വിളിക്കുന്നത്. ഇമ്പോർട്ട് എന്നുള്ളതിന് പൊട്ടിൻ ഓൺ അക്കൗണ്ട്, വേറൊരാളുടെ പേരിൽ കണക്കിടുന്നതിനെയാണ് വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ അവൻ നമുക്ക് വേണ്ടി ചെയ്യുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അതാണ് നമുക്ക് ഓർക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നാം മുമ്പേ ഓർത്തതുപോലെ താഴോട്ട് വായിച്ചു വരുമ്പോൾ, അതേ സഹോദര, നീ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നത് ഞാൻ പറയണമെന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു.
ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കുക. നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്, ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. ഇവിടെ പറയുന്ന ഭാഗങ്ങൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ പൗലോസ് പറയാണ്, നീ എന്നെ കൈക്കൊണ്ടതുപോലെ, നീ എന്നെ സ്വീകരിക്കുന്ന പോലെ, എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവൻ എന്നെ പോലെ ചേർത്ത് കൊള്ളുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ നമ്മെ സ്വീകരിച്ചിരിക്കുന്നു. അക്സെപ്റ്റഡ് ഇൻ ടു ക്രൈസ്റ്റ് എന്ന് അവൻ നമ്മെ യേശുക്രിസ്തുവിനോട് ചേർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നാം ഓർത്തിരിക്കേണ്ടത്, നാം ഓരോ ദിവസത്തെയും നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ദൈവത്തിന് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവം സ്വീകരിക്കുന്ന ഒരു ജീവിതം. ഒരിക്കലായി കാൽവറിയിൽ അവൻ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നതുകൊണ്ട് അത് വിശ്വസിക്കുന്ന, അത് അംഗീകരിക്കുന്ന നമ്മെ അവൻ അവന്റെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചു. പക്ഷേ നമ്മുടെ അനുദിന ജീവിതത്തിൽ അക്സെപ്റ്റബിൾ ആയുള്ള, ദൈവത്തിന് സ്വീകാര്യമായ, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജീവിതം നാം ചെയ്യുവാനിടയാകണം. റോമർ 12:1-2 വാക്യം നമുക്ക് പരിചയമുള്ളതാണ്. അവിടെ പറയുകയാണ്, നന്മയും പ്രസാദവും ഉള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമാക്കി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുകയും ദൈവത്തിന് ദൈവസന്നിധിയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ദൈവം സ്വീകരിക്കുന്ന, ദൈവത്തിന് യോഗ്യമായ ഒരു ജീവിതം എന്ന് നാം ചെയ്യുവാനിടയായി തീരണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് ദൈവം പറയുവാനിടയാകണം, ഉയരത്തിൽ നാം ശബ്ദം കേൾക്കണം, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധിയെ തികച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകേണ്ടത് ആവശ്യമാണ്. ഒടുവിലായി ചില ആളുകളെ അവരുടെ പേരുകളൂടെ പറഞ്ഞിട്ട് താൻ ഇത് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവിടെ 5 പേരുടെ പേരുകൾ പറയുന്നുണ്ട്. ആ സെയിം 5 പേരുകളും അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായം 10, 12, 14 വാക്യങ്ങളിലും പ്രസ്താവിച്ചിരിക്കുന്ന നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊലോസ്യ ലേഖനവും ഫിലേമോൻ ലേഖനവും ഒരേ സമയത്താണ് എഴുതിയത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. എപ്പഫ്രാസിനെ കുറിച്ച് വായിക്കുന്നു. അത് നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഈ ചർച്ചിന്റെ സ്ഥാപകനായിരിക്കാം എപ്പഫ്രാസ്. ഇപ്പോൾ ഈ സമയത്ത് റോമിൽ പൗലോസിനെ ശുശ്രൂഷിക്കാനായി വന്നിരിക്കുകയാണ്. എന്റെ സഹബദ്ധനായ എപ്പഫ്രാസ് എന്ന് പറഞ്ഞിരിക്കുന്നു. താൻ സുവിശേഷം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പൗലോസിനെ ശുശ്രൂഷിക്കാൻ സ്വമനസാലയോ പ്രസന്നരായി തീർന്നു കഴിഞ്ഞു എപ്പഫ്രാസ്. അവിടെ പൗലോസിനോടുകൂടെ കാരാഗ്രഹത്തിൽ സഹബദ്ധനായി പ്രസന്നരായി കിടക്കുകയാണ്. എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് മർക്കോസിനെ കൂടെ കൊണ്ടുപോകാൻ പൗലോസ് എതിർത്ത ആളാണ്. എന്നാൽ മർക്കോസിന്റെ കസിൻ തന്നെ, ബർന്നബാസ് തന്നെ മർക്കോസിനെ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇപ്പോൾ പൗലോസ് പറയുകയാണ്, അവൻ എന്റെ കൂട്ടുവേലക്കാരനാണ്. അരിസ്തർക്കോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ പലയിടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. പൗലോസിനോടുകൂടെ സഹയാത്രികനായിരുന്നു, ശുശ്രൂഷിച്ചവനായിരുന്നു. വളരെ നല്ല കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേമാസ്, ഈ ലേഖനം എഴുതുമ്പോൾ ദേമാസ് പൗലോസിനോടുകൂടെ ഉണ്ട്. എന്നാൽ തിമോഥെയോസിന്റെ ലേഖനം നമ്മൾ പഠിച്ചല്ലോ. അവിടെ വരുമ്പോൾ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് അവൻ തെസ്സലോനിക്കയിലേക്ക് പോയി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. ദേമാസ്, അതുപോലെ തന്നെ ലൂക്കോസ് പൗലോസിനോടുകൂടെ വളരെ യാത്ര ചെയ്യുന്ന ആളാണ്. വൈദ്യനായ ലൂക്കോസ് ആണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എഴുതിയത്. ലൂക്കോസ് മിക്കവാറും യാത്രകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ പലയിടങ്ങളിലും ഞങ്ങൾ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞിടത്തെല്ലാം ലൂക്കോസ് അവരോടുകൂടെ ഉണ്ട്. എന്നാൽ ചിലയിടങ്ങൾ അവർ അല്ലെങ്കിൽ എന്ന് വേറൊരു പേരിൽ അറിയപ്പെടുമ്പോൾ അപ്പോൾ ലൂക്കോസ് അവരോടുകൂടെ ഇല്ല എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഇവരെല്ലാവരും ഫെലോ ലേബറേഴ്സ് ആയി പൗലോസിനോടുകൂടെ ഉള്ളത് നമുക്കിവിടെ വായിക്കാനായി സാധിക്കുന്നുണ്ട്. തന്റെ ലേഖനങ്ങളെല്ലാം സാധാരണ അവസാനിപ്പിക്കുന്ന പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഈ ഫിലേമോന്റെ ലേഖനത്തിലെ ആത്മീയ സത്യങ്ങൾ എത്ര ശക്തിയേറിയതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചപ്പോൾ ഫിലേമോന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫിലേമോൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു, സഹോദരവർഗത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ അനേകരുടെ ഹൃദയം തണുപ്പിക്കുന്നവനായിരുന്നു. ഒരു ആത്മീയന്, ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വാക്കുകൾ അനേകരെ
പ്രയാസപ്പെടുത്തുന്നു, അനേകരെ മുറിവേൽപ്പിക്കുന്നു, അനേകർക്ക് അത് വളരെ ഭാരമായി തീരുന്നു. എന്നാൽ എപ്പോഴും ഒരു ദൈവവേദന്റെ വാക്ക് കൂടെ ജോലി ചെയ്യുന്നവർക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക്, കൂട്ടുവിശ്വാസികൾക്ക് ഒരു ആശ്വാസമായി തീരണം. എന്തെല്ലാം ഭാരങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചാണ് ഓരോരുത്തരെയും നാം കാണുന്നതെന്ന് അറിയത്തില്ല. എല്ലാവരും എല്ലാം പറഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ഒരു നല്ല ഫിലോമോനായി ജീവിക്കുവാൻ നമുക്കിടയാക്കണം. അതാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഈ ആഴ്ച നമുക്ക് ഓർക്കുവാനുള്ളത് പ്രയോജനമില്ലാതിരുന്ന ഒനേസിമോസ് കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രയോജനമുള്ളവനായി തീർന്നു. ദൈവഭാഗത്ത് ഒരാൾ വന്നു കഴിയുമ്പോൾ ആളിന് വലിയ വ്യത്യാസം വരണം. ഒരാൾ ദൈവഭാഗത്ത് വന്നാൽ ആളിന്റെ സംസാരം, ജീവിത രീതി, ആക്ഷൻസിനെല്ലാം ചേഞ്ച് വരണം. പ്രയോജനമില്ലാത്തവരെ പ്രയോജനമുള്ളവരാക്കി മാറ്റുന്ന മാർഗമാണ് യേശുക്രിസ്തുവിന്റെ മാർഗം. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രോവിഡൻസ് എല്ലായിടത്തും ഒരു ദൈവവേദൽ അനുഭവിക്കാൻ സാധിക്കും. ഫിലോമോൻ ഒരു ദൈവദാസനായതുകൊണ്ട്, ഒരു ദൈവവേദലായതുകൊണ്ട് അവന് നഷ്ടം വന്നു. കുറെ കാലത്തേക്ക് അവൻ അതിൽ ദുഃഖിക്കേണ്ടി വന്നു. എന്നാൽ പൗലോസ് പറയാണ്, അത് നിനക്ക് നഷ്ടമായി തീർന്നില്ലല്ലോ, അവനെ എന്നേക്കും നിനക്ക് കിട്ടി, അവന് നിത്യകാലം നിനക്ക് കിട്ടി. അവൻ ഇനി ദാസനല്ല, അവനൊരു പ്രിയ സഹോദരനാണ്. അതുകൊണ്ട് നമ്മുടെ നഷ്ടവും കഷ്ടവും പ്രയാസവും ഒക്കെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. പൗലോസ് പറയുന്ന വാക്കുകളാണ് ഇതിന്റെ കാതലായ വിഷയം. നീ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളണം. അവൻ വല്ലതും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, കടംപെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക, ഞാൻ തന്നു തീർക്കാം. നമുക്ക് വേണ്ടി ഒരു പൗലോസിനെ പോലെ നമുക്കൊരു കർത്താവ് ഉള്ളതുകൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. നാം ഒന്നും ചെയ്തിട്ടല്ല, ഒന്നും കൊടുത്തിട്ടല്ല, നാം നമുക്ക് വേണ്ടി വലിയ വില കർത്താവ് ക്രൂസിൽ കൊടുത്തു.